പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, റിട്ടയർമെന്റിന് ശേഷം ഉള്ള വരുമാനത്തിന് NPS ആണോ അതോ മ്യൂച്വൽ ഫണ്ട് ആണോ കൂടുതൽ നല്ലത്, അതായത് ഏതിൽ നിക്ഷേപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്, റിസ്ക് ഉള്ളത് ഏതാണ്, റിസ്ക് ഇല്ലാത്തത് ഏതാണ്, അങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഇതാണ്, NPS വേഴ്സസ് മ്യൂച്വൽ ഫണ്ട്. ആദ്യം നമുക്ക് എന്താണ് NPS എന്താണെന്ന് നമുക്ക് നോക്കാം. NPS എന്ന് പറയുന്നത് ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ, നാഷണൽ പെൻഷൻ സ്കീം. ഇത് സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്, ഒരു റിട്ടയർമെൻറ്റ് സേവിങ് സ്കീം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്താണ് NPSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കാം. അതായത് 60 വയസ്സ് വരെയും ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സേവിങ്സ് ആരംഭിക്കാം, പക്ഷേ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ലോക്ക് ഇൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഈ റിട്ടയർമെൻറ്റിന് ശേഷം മാത്രമേ പണം നിങ്ങൾക്ക് മുഴുവനായിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പാർഷ്യൽ വിഡ്രോവൽ നടത്താനായിട്ട് പറ്റും. ഇനി വരുന്നത് ടാക്സ് ബെനിഫിറ്റ് ആണ്. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് വരുന്നത് ഏത് സെക്ഷനാണ്, 80CCD 1B എന്ന് പറയുന്ന ഒരു സെക്ഷൻ വഴി നിങ്ങൾക്ക് 50,000 രൂപ വരെ എന്താണ് നിങ്ങൾക്കൊരു അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇക്വിറ്റി പ്ലസ് ഡെറ്റ്, ഇതിനൊരു മിക്സ് എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഡെറ്റും മിക്സ് ചെയ്ത് മാനേജ് ചെയ്യുമ്പോൾ ഇക്വിറ്റിയുടെ റിസ്ക് അതിലുണ്ടാവും, അതുപോലെ ഡെറ്റിൻ്റെ ഒരു സേഫ്റ്റിയും അതിലുണ്ടാവും. അപ്പോൾ പക്ഷേ അതിൽ ലോങ് ടൈം നോക്കുമ്പോൾ എന്താണ്, നമുക്ക് വളരെ സേഫായിട്ട് കൂടുതൽ റിട്ടേൺസ് കിട്ടാൻ പറ്റുന്നൊരു ഓപ്ഷൻ ഈ NPSൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അടുത്ത് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ആണ് അല്ലേ. SIP സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് എവിടെ പറ്റും, മ്യൂച്വൽ ഫണ്ടിൽ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 10 കൊല്ലം സേവ് ചെയ്തു, ഇനി നമ്മുടെ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് നിർത്താം. അപ്പോൾ ആ 2 പരിപാടി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ പറ്റും. ഇനി നമുക്ക് എന്താണ്, ഇപ്പോൾ NPSൽ 60 ദിവസം ഉണ്ട് ഇത് വിഡ്രോ ചെയ്യാം, പക്ഷേ ഇവിടെ എന്താണ് അത് വേണ്ട. നമ്മളിപ്പോൾ നമുക്ക് 60 ദിവസം, ഇപ്പോൾ 50 പൈസ നമ്മൾ പേ ചെയ്തു, നമുക്ക് 50ാമത്തെ ഇതിൽ പൈസ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടി ഫുൾ വിഡ്രോ ചെയ്യാം, പാർഷ്യൽ വിഡ്രോ ചെയ്യാം, ഇതൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ പറ്റും, പക്ഷേ NPSൽ പറ്റില്ല. ഇനി മ്യൂച്വൽ ഫണ്ടിൽ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇക്വിറ്റി ഡെറ്റ് ഹൈബ്രിഡ് ഫണ്ടുകൾ ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ NPSനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ നമുക്ക് ഗ്രോത്ത് കിട്ടാൻ സാധാരണ മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. കാരണം ഈ ഇക്വിറ്റി ഫണ്ടുകൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒരു ഇന്റലിജന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല ശരിക്കും ELSS എന്ന് പറഞ്ഞൊരു സ്കീം മ്യൂച്വൽ ഫണ്ടിൽ അവൈലബിൾ ആണ്, ഇക്വിറ്റി ലിങ്ക് സേവിംഗ് സ്കീം. അപ്പോൾ അതിൽ നമുക്ക് 80Cയിൽ ശരിക്കും 1.5 ലക്ഷം വരെ നമുക്കൊരു എക്സംഷൻ കിട്ടുമല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലോങ് ടൈം സേവിങ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഉണ്ട്. അപ്പോൾ NPSും മ്യൂച്വൽ ഫണ്ടിന്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് കാര്യങ്ങൾ നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ്.